എല്ലാവർക്കും ആർട്ടും ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വിജിനി ഡൊമിനിക്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പെൻസിൽ ഷെയ്ഡിങ്ങിൻ്റെ സെക്കൻഡ് ട്യൂട്ടോറിയലാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ പെൻസിൽസാണ് നമുക്ക് വേണ്ടതെന്നും അതിൻ്റെ ഷെയ്ഡിങ് എങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞു. ഇനി അതുപയോഗിച്ച് പെൻസിൽ ഷെയ്ഡിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ടെക്നിക്കായ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 2B 8B പെൻസിൽസ് മാത്രമാണ്. 2B സ്കെച്ച് ചെയ്യാനും 8B ഷെയ്ഡ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈറ്റിൻ്റെ സോഴ്സാണ്. എവിടെ നിന്നാണ് ലൈറ്റ് വരുന്നതെന്ന് നമുക്കൊരു നിശ്ചയം അപ്പോൾ ആ ലൈറ്റിൻ്റെ സോഴ്സ് അനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ ഷെയ്ഡിങ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ഞാൻ റൈറ്റ് സൈഡ് മുകൾ ഭാഗത്തു നിന്നാണ്, ഒരു കോർണറിൽ നിന്നാണ് ലൈറ്റിൻ്റെ സോഴ്സ് കാണിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് തീർച്ചയായിട്ടും ഡാർക്കായിരിക്കും. ആ ലൈറ്റ് വീഴുന്ന സ്ഥലം എക്സ്ട്രീം ലൈറ്റായിരിക്കും. അപ്പോൾ നിങ്ങളൊരു റൗണ്ട് ഒബ്ജക്റ്റ്, ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ 3D ആക്കി ഷെയ്ഡ് ചെയ്ത് ഒരു സ്പിയറാക്കി മാറ്റാൻ പോവാണ്. ഒരു സർക്കിൾ ഷേപ്പിനെ നമ്മളൊരു സ്പിയറാക്കി മാറ്റാൻ പോവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്ട്രീം ഡാർക്ക് ആയിട്ട് വരുന്ന സൈഡിൽ നിന്നായിരിക്കണം നമ്മൾ ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പെൻസിലിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രഷർ കൂട്ടിയിട്ടാണ് നമ്മളൊരു സിംഗിൾ ബി പെൻസിൽ വെച്ചിട്ട് നമുക്ക് എല്ലാ ഷെയ്ഡ്സും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എക്സ്ട്രീം ഡാർക്ക്, നിങ്ങൾക്ക് മാക്സിമം ആ പെൻസിലിന് എത്രയും മാക്സിമം ഡാർക്ക്നെസ് കൊടുക്കാൻ പറ്റുമോ അത്രയും ഡാർക്കായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഡാർക്ക് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ലൈറ്റാക്കി കൊണ്ടുവരികയാണ്. അതായത് നമ്മുടെ കയ്യിൽ പെൻസിലുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രഷർ കുറച്ച് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പെൻസിലിൻ്റെ ഷെയ്ഡിങ് ലൈറ്റായിട്ട് വരും. ഇവിടെ ഞാനൊരു കർവി ഒബ്ജക്റ്റ്, റൗണ്ട് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ചെറിയ പോർഷൻസിൽ സിഗ്സാഗ് മെത്തേഡ് ഉപയോഗിച്ച് ഷെയ്ഡിങ് ചെയ്യണത്. സിഗ്സാഗ് മെത്തേഡ് അല്ലെങ്കിൽ ക്രോസ് ഹാച്ചിങ്, ക്രോസ്ഡ് ലൈൻസ്, ഇങ്ങനെ പല മെത്തേഡിലും നിങ്ങൾക്ക് ഷെയ്ഡിങ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതൊരു ചെറിയ പോർഷൻസ് വെച്ച് ചെയ്ത് വന്നാലാണ് ആ സ്പിയറിൻ്റെ ഒരു കർവ്നെസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് കാരണമാണ് ഞാനിങ്ങനെ ഒരു ചെറിയ പോർഷൻസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് സർഫേസാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വലിയ ഏരിയ ഫ്ലാറ്റായിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ റൗണ്ട്നെസ് പോവും. ആ ഒരു 3D ഇഫക്റ്റ് നമുക്കിതിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ലൈറ്റായിട്ട് ചെയ്ത് വന്നിട്ട് മുകളിലോട്ട് വരുംതോറും നിങ്ങളുടെ ഷെയ്ഡ് ലൈറ്റായിട്ട് വരണം. പിന്നെ ലൈറ്റ് ഡയറക്റ്റ് വീഴുന്ന സ്ഥലത്ത് നമ്മളൊന്നും ചെയ്യണ്ട. അവിടെ ആ പേപ്പർ വൈറ്റ് അങ്ങനെ തന്നെ വിടുക. അതാണ് എക്സ്ട്രീം ലൈറ്റുള്ള പോർഷൻ. നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി നിങ്ങളുടെ ആ ഡാർക്കൊക്കെ നിങ്ങളൊന്നുകൂടി കറക്റ്റാക്കുക, ഔട്ട്ലൈനൊക്കെ കറക്റ്റാക്കുക. ഇപ്പോൾ ഇത് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരച്ച സർക്കിൾ ആയതുകൊണ്ട് സർക്കിൾ അത്രയും പെർഫെക്റ്റ് ആവണമെന്നില്ല. പിന്നെ ഒരു വട്ടം ചെയ്തിട്ട് നമുക്കതിന് കുറച്ച് ഡാർക്ക്നെസ്സൊക്കെ കൊടുക്കാം. എക്സ്ട്രീം ഡാർക്ക് വേണ്ടടുത്ത് ഇച്ചിരി കൂടി നമുക്ക് ഡാർക്ക് കൊടുക്കാം. അങ്ങനെ അതിനെ കറക്റ്റ് ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ ഷാഡോ ആണ് നമുക്ക് നോക്കേണ്ടത്. ആ ലൈറ്റ് ഒബ്ജക്റ്റിൽ വീണിട്ട് നമുക്ക് അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കിട്ടുന്ന ആ ഒരു സ്പേസിലായിരിക്കണം നമ്മൾ ഷാഡോ കൊടുക്കേണ്ടത്. അപ്പോൾ ലൈറ്റിൻ്റെ സ്പേസ് എവിടെയാണോ അതനുസരിച്ച് നമ്മുടെ ഷാഡോയുടെ ലെങ്ത്ത് കൂടി വരും. ഇപ്പം അത് നിങ്ങൾക്ക് ഒബ്ജക്റ്റിൻ്റെ അവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഷാഡോ കൊടുക്കുമ്പോൾ അത് ഫ്ലാറ്റായിട്ട് കൊടുക്കണം. നിങ്ങളുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്ന പ്ലേസ് എങ്ങനെയാണോ ഫ്ലാറ്റ് ആണെങ്കിൽ അതേപോലെ ഫ്ലാറ്റായിട്ട് ഒബ്ജക്റ്റിൻ്റെ നേരെ അടിയിൽ നല്ല ഡാർക്കായിട്ടും പിന്നെ സൈഡിലോട്ട് പോകുന്നതോറും അത് ലൈറ്റാക്കി കൊണ്ടുവരാം. ഷാഡോ ഇങ്ങനെ മെർജായി പോകുന്ന രീതിയിൽ നമ്മൾ കൊടുക്കണം. ഇനി ഇതൊരു ബേസിക് ഡ്രോയിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിതിൻ്റെ ഹൈലൈറ്റും അതൊക്കെ ഞാൻ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ടോപ്പ് എക്സ്ട്രീം ലൈറ്റ് വരുന്ന സ്ഥലത്തിന് നമ്മൾ ഹൈലൈറ്റഡ് ഏരിയ എന്നാണ് പറയുക. പിന്നെ അതിൽ പല ടൈപ്പ് ടോൺസ് വരുന്നുണ്ട്. ഇത് ലൈറ്റ് ടോൺ ആണ്.
ഹൈലൈറ്റ് ഏരിയ കഴിഞ്ഞിട്ട് വരുന്നത് ലൈറ്റ് ടോണാണ്. പിന്നെ മിഡ് ടോണാണ്. ഇനി ഡാർക്ക് ടോണാണ്. ഒബ്ജക്റ്റിൻ്റെ ഷാഡോയെ കാസ്റ്റ് ഷാഡോ എന്നാണ് നമ്മൾ പറയുക. അതായത് ഒബ്ജക്റ്റിൻ്റെ നേരെ ഒറിജിനലായിട്ട് കിട്ടുന്ന ഷാഡോ, ഒബ്ജക്റ്റിൻ്റെ കറക്റ്റ് അടിയിൽ വരുന്ന ഷാഡോയ്ക്ക് നമ്മൾ കാസ്റ്റ് ഷാഡോ എന്ന് പറയും. ഇനി ഈ പെൻസിൽ ഷെയ്ഡിൻ്റെ ഒരു ഷെയ്ഡിങ് വേരിയേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബോക്സിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വേരിയേഷൻ, ഒരു 8B പെൻസിൽ മാത്രം വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ വേരിയേഷൻസും കാണിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ റഫായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബോക്സ് ചെയ്തേക്കണത്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിങ്ങളുടെ പെൻസിലിൻ്റെ ഏറ്റവും മാക്സിമം ഷെയ്ഡ് നിങ്ങൾ കൊടുക്കണം. പിന്നെ പെൻസിലിൻ്റെ പ്രഷർ കുറയ്ക്കുമ്പോൾ ഇച്ചിരി കൂടി ലൈറ്റ് ആവും. അങ്ങനെ പ്രഷർ കുറച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചെറിയ ചാനൽ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഓരോ വീഡിയോസിലായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. നന്ദി.